നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിക നിയോജക മണ്ഡലത്തിൽ സി മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. വിവിധ അക്കാദമിക മേഖലകളിൽ പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും പുരസ്കാരം നൽകി. മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, ഈ വേദിയിലിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ പുറത്തിറക്കിയിട്ടുള്ള ഈ സുവനീറിൽ നാട്ടിക നിയോജക മണ്ഡലത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ട വികസന പദ്ധതികളുടെ ദീർഘമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കേരളത്തിൽ കിഫ്ബി കൂടി വന്നതോടുകൂടി ഭൗതിക വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായി കേരളം മാറി. ഒരുപക്ഷെ സാധാരണ ഒരു നിയമസഭാ സാമാജികന് ലഭ്യമാകുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവാക്കുന്ന വികസന പ്രവർത്തനങ്ങളായിരിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള 8 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നാട്ടിലെ ഭൗതിക വികസനത്തിന് വേണ്ടി നടപ്പിലാക്കപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് തിരിച്ചാൽ ആരാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്നതിൽ മത്സരമുണ്ടാകുന്ന വിധത്തിൽ ഞാനത് വായിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ നിയമസഭയിൽ ആ പറയും പ്രകാരം ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി നാട്ടിലേക്ക് കൂടി നിർബന്ധമായി കിട്ടണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് നമ്മുടെ MLA. അത് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദയാണ്. പക്ഷേ ഭൗതിക സാഹചര്യ വികസനം മാത്രമല്ല, കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ ബുദ്ധികേന്ദ്രം മുതൽ അതിന്റെ പഠന സാധ്യത വരെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. സി മുകുന്ദൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, PI സജിത, KV മോഹൻദാസ്, ആസാ ഗ്രൂപ്പ് ചെയർമാൻ CP സ്വാലിഹ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ PS നജീബ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CK കൃഷ്ണകുമാർ, രാജൻ പട്ടാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഏർപ്പെടുത്തിയ ശിഹാബ് തങ്ങൾ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. മറ്റിതര മേഖലയിൽ ആരോഗ്യ രംഗത്തൊക്കെ നാം കൈവരിച്ച നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ലോകത്തിന് മാതൃകയാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഉദാഹരണമായി നാം എപ്പോഴും എടുത്തു പറയുന്നത്. എന്നാൽ ആ കേരളം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റത്തിന്റെ വളർച്ചയുടെ പുരോഗതിയുടെ ഒക്കെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടുള്ള പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങളാണ്. അത് ഓരോ ആളുകളെയും നമുക്ക് എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ ഇടക്കാലത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗത്തെ നയത്തെ ആക്ഷേപിച്ചുകൊണ്ട് സമരം നടത്തുകയും മണ്ടശ്ശേരി എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നയപരമായ നിലപാടുകൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ നാന്ദിയായിട്ടുണ്ട്. മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് NK മുഹമ്മദ് അലി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. എടമുട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TU ഉദയൻ, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, കരയാമുട്ടം മഹല്ല് ജനറൽ സെക്രട്ടറി PM അബ്ദുൽ ഗഫൂർ, എടമുട്ടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സെക്രട്ടറി ജിതേഷ് കാരയിൽ, നിഷാദ് കൊള്ളിക്കത്തറ, ജേർണലിസ്റ്റ് ശ്രീനിത, AA മുഹമ്മദ് ഹാരിസ്, ഹസീന ഖാദർ, NA ആഷിഖ്, മജീദ് നടിയപറമ്പിൽ, അബ്ദുൽ ഖാദർ കാവുങ്ങൽ, മൈത്രി വത്സൻ, PM അഷ്റഫ്, AK സുബൈർ എന്നിവർ സംസാരിച്ചു. KSKTU മണലൂർ ഏരിയ കമ്മിറ്റി PK കുഞ്ഞച്ചൻ അനുസ്മരണം നടത്തി. മുല്ലശ്ശേരി കൃഷ്ണപിള്ള ഭവനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ പ്രസിഡന്റ് KR ബാബുരാജ് അധ്യക്ഷനായി. CBSE +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അൻവിതയ്ക്ക് ജോസ് വള്ളൂർ ഉപഹാരം നൽകി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ നാട്ടിക അധ്യക്ഷനായി. താന്യം പഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ, നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്
PM സിദ്ദിഖ്, അനിൽ കരുവത്തിൽ, അർച്ചന സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ അർച്ചന സിൽക്സിൻ്റെ ഉടമയായ ഷിനോദിൻ്റെ മകളാണ് അൻവിത. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.